Hi all, good evening, welcome back. അപ്പോൾ നമ്മുടെ ഫിലോസഫി ഓഫ് റിലീജിയന്റെ റിവിഷന്റെ ഫസ്റ്റ് ക്ലാസ് ഇന്നലെ കഴിഞ്ഞു. സെക്കൻഡ് പാർട്ടാണ്. നമ്മൾ 3 ചാപ്റ്റർ ആണ് ഇന്നലെ സംസാരിച്ചത്. 4ാമത്തെ ചാപ്റ്റർ മുതൽ നമുക്ക് നോക്കാം കേട്ടോ. 4ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് റിലീജിയസ് ലാംഗ്വേജ് ആണ്. റിലീജിയസ് ലാംഗ്വേജ് ആണ് 4ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, റിലീജിയസ് ലാംഗ്വേജ് വിവിധ രീതിയിൽ തരം തിരിച്ചിട്ടൊക്കെ ഉണ്ട്. അതായത് എന്താ പറയാ, മതപരമായിട്ടുള്ള ഭാഷ അല്ലെ. ഇപ്പൊ ഖുറാനൊക്കെ എടുക്കുകയാണെങ്കിൽ തന്നെ അത് പല രീതിയിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട് അല്ലെ. അങ്ങനെയൊക്കെ. ഇപ്പം ഭാഷ, റിലീജിയസ് ലാംഗ്വേജ്. ഓക്കെ, 3 ട്രഡീഷണൽ വേസ്, 3 രീതിയാണ് കേട്ടുള്ളത്. ഇൻ ദ 19th century സെന്റ് തോമസ് എക്വിനാസ് ആണ്, അതായത് 1244 മുതൽ 74 വരെ ജീവിച്ചിട്ടുള്ള 13th century കേട്ടോ. 13th century അതായത് 1224 മുതൽ 1274 വരെ ജീവിച്ച തോമസ് എക്വിനാസ്. ഒറ്റ സെക്കൻഡ്, ലെറ്റ് മീ പ്ലഗ് ഓൺ മൈ ചാർജർ. Okay, Thomas Aquinas argued that religious language is analogical, that is, it conveys truth but not literal truth. ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആട്ടോ. അക്വിനാസ് ആർഗ്യൂ ചെയ്യുന്നുണ്ട് റിലീജിയസ് ലാംഗ്വേജ് അനലോജിക്കൽ ആണ്. അതായത് ട്രൂത്ത് പറയുന്നുണ്ട്, പക്ഷെ അത് ലിറ്ററൽ ട്രൂത്ത് ആണ്, ഉറപ്പിച്ചിട്ടുള്ള ട്രൂത്ത് ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇൻ ദ സെയിം സെഞ്ചുറി ജോൺ ഡൺ സ്കോട്ടസ് 1264 മുതൽ 1308 വരെ ജീവിച്ച ജോൺ ഡൺ സ്കോട്ടസ് കണ്ടന്റഡ് ദാറ്റ് തോമസ് വ്യൂ വാസ് ഇൻകോഹറന്റ്. നമ്മുടെ തോമസ് അക്വിനാസിന്റെ വ്യൂ അർത്ഥമില്ലാത്തതാണെന്നാണ് ജോൺ ഡൺ സ്കോട്ടസ് പറഞ്ഞത്. ആൻഡ് അക്കോർഡിംഗ് ടു ഹിം ഓൺലി 2 ഓപ്ഷൻസ് ആർ പോസിബിൾ. 2 ഓപ്ഷൻസ് ആണ് ഉള്ളത് റിലീജിയസ് ലാംഗ്വേജ്. യൂണിവോക്കൽ ആണ്, ഇക്വിവോക്കൽ. ഒന്ന് ശ്രദ്ധിച്ചേ, 13ാം നൂറ്റാണ്ടിൽ സെയിന്റ് തോമസ് എക്വിനാസ് പറഞ്ഞു റിലീജിയസ് ലാംഗ്വേജ് അനലോജിക്കൽ ആണ്, അതായത് ട്രൂത്ത് ഉണ്ട് പക്ഷെ ലിറ്ററലി ട്രൂത്ത് അല്ലാന്ന്. ഇതിനെ ആര് തള്ളിക്കളഞ്ഞു? നമ്മുടെ ജോൺ ഡൺസ് സ്കോട്ടസ്. അതേമാണ് 2 രീതിയാണ് ഉള്ളത്, യൂണിവോക്കൽ ആൻഡ് ഇക്വിവോക്കൽ. ഫോർ ഇൻസ്റ്റൻസ് വേർഡ് ബാറ്റ് ക്യാൻ മീൻ 2 തിങ്സ് അല്ലെ. ബാറ്റിന് 2 മീനിങ് ഇല്ലേ. ഒന്ന് നമ്മൾ ക്രിക്കറ്റ് കളിക്കുന്ന ബാറ്റ്, രണ്ടാമത്തത് കടവാതിൽ, ബേസ്ബോൾ ബാറ്റ് ഓർ എ ഫ്ലൈയിങ് മാൻ. 2 അർത്ഥങ്ങളുണ്ട്. If we don't know which one of these objects is being referred to, then the use is equivocal. അതായത് എന്തിനാണ് ഉദ്ദേശിച്ചതെന്ന് നമുക്ക് അറിയില്ല. A bat is lying on the floor. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അല്ലെങ്കിൽ a bat is there on the upstairs. A bat is there on the upstairs എന്ന് പറയാണ്. അതൊരു കടവാതിലാണോ അല്ലെങ്കിൽ അതൊരു ക്രിക്കറ്റ് ബാറ്റ് ആണോ നമുക്ക് അറിയില്ല. അപ്പൊ അവിടെ എന്താണ്? ഇക്വിവോക്കലാണ്. കടവാതിലും ആവാം അല്ലെങ്കിൽ ബാറ്റും ആവാം. അതാണ് ഇക്വിവോക്കൽ. ആൻഡ് ഇഫ് യു നോ വിച്ച് ഒബ്ജക്ട് ഇസ് ബീങ് റെഫർ, നമുക്ക് അറിയാമെങ്കിൽ ക്രിക്കറ്റ് ബാറ്റ് ലൈൻ അങ്ങനെ പറയുകയാണെങ്കിൽ അത് എന്താണ്? യൂണിവോക്കൽ. Use of word is literal or univocal. Apart from these 2 uses, Duns Scotus insists no other alternative. അതായത് ഒന്നെങ്കിൽ യൂണിവോക്കൽ ആയിരിക്കും അല്ലെങ്കിൽ ഇക്വിവോക്കൽ ആയിരിക്കും റിലീജിയസ് ലാംഗ്വേജ്. ഇതിനപ്പുറത്ത് ഒരു വേ ഇല്ല റിലീജിയസ് ലാംഗ്വേജിന് എന്നാണ് ഡൺസ് പറഞ്ഞിരിക്കുന്നത്. ദ പോസിബിലിറ്റി ഓഫ് ഇക്വിവോക്കൽ യൂസ് ഓഫ് റിലീജിയസ് ആൻഡ് സ്ക്രിപ്ചർ ലാംഗ്വേജ് ഡിഡ് നോട്ട് റിസീവ് മച്ച് അറ്റൻഷൻ, ഫോർ ഇറ്റ് വാസ് അസ്യൂംഡ് ദാറ്റ് സിൻസ് റിലീജിയസ് ലാംഗ്വേജ് ഡസ് നോട്ട് അപ്പിയർ ടു ബി മീനിങ്ഫുൾ, ഇറ്റ് മസ്റ്റ് ബി ഐദർ യൂണിവോക്കൽ ഓർ അനോളജിക്കൽ. കണ്ടോ, ഈ ഡൺസിന്റെ ഇക്വിവോക്കൽ എന്നുള്ള സാധനം റിലീജിയസ് ലാംഗ്വേജിനെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ഒന്നെങ്കിൽ യൂണിവോക്കൽ ആയിരിക്കും അല്ലെങ്കിൽ അനലോജിക്കൽ ആയിരിക്കും എന്നാണ് ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അനലോജിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സത്യമാണ് പക്ഷെ ലിറ്ററൽ ട്രൂത്ത് അല്ല. യൂണിവോക്കൽ എന്താണ്? കൃത്യമായിട്ട് എന്തിനെയാണ് ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ ഇക്വിവോക്കൽ. ഇതിൽ ഇക്വിവോക്കലാണ് തള്ളിക്കളഞ്ഞിട്ടുള്ളത്. ഓക്കെ ആണോ? ഇനി അടുത്താണ് the negative way. Okay, the negative way. The assertion that all religious
language's equivocal led to the view that all words were to be denied or negated in order to understand the ultimate reality truly. Kando negative way ini religious language inde oru negative way aanu the assertion ato oru assertion aanu parayunnennu ullu adayithu all religious language is equivocal led to the view that all words may be denied or negated in order to understand ultimate reality. എന്തുകൊണ്ട് equivocal കാരണം തള്ളിക്കളയും എല്ലാത്തിനും 2-3 അർത്ഥമാണെങ്കിലും ഒക്കെ തന്നെ നമുക്ക് തള്ളിക്കളയേണ്ടി വരുമല്ലോ അല്ലെ. എന്തിനാണെന്ന് ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ നമുക്ക് പറയല സത്യമല്ല സത്യമല്ല. സോ ഇക്വോക്കൽ അവിടെ എന്താ ക്വസ്റ്റനബിൾ ആണ്. It is for this reason that this alternative is often designated as the negative way. ഇതിനെയാണ് നെഗറ്റീവ് വേ. അതായത് ഇക്വോക്കൽ ആണ് റിലീജിയസ് ഭാഷയെങ്കിൽ എല്ലാത്തിനെയും ചിലപ്പോൾ തള്ളിക്കളയേണ്ടി വരും. സോ ഇക്വോക്കൽ ഒരു നെഗറ്റീവ് വേ ആയിട്ടാണ് കാണുന്നത്. This view has held by German mystic Maser Eckhart. അദ്ദേഹത്തിന്റെ വ്യൂ ആട്ടോ. അതായത് എല്ലാ റിലീജിയസ് ഭാഷയും ഇക്വോക്കൽ ആണെങ്കിൽ അൾട്ടിമേറ്റ് റിയാലിറ്റി കണ്ടെത്താൻ പോലും പറ്റില്ല, അതുകൊണ്ട് തള്ളിക്കളയേണ്ടി വരും. ആൻഡ് ബൈ ദ ജൂയിഷ് ഫിലോസഫർ മിസ്റ്റർ എക്കാർട്ടിനെ കൂടാതെ ജൂയിഷ് ഫിലോസഫർ മോസസ് മെൻഡോസും പറഞ്ഞിട്ടുണ്ട്. This tradition sees language as valuable only in the sense of being evocative of an experience of the divine or the ultimate. അതായത് ഇത് വെച്ചിട്ട് പറയുകയാണെങ്കിൽ എന്തിനെന്ന്, അതായത് ലാംഗ്വേജ് വാലിഡ് ആവുന്നത് ആ ഡിവൈൻ അൾട്ടിമേറ്റ് എന്താണ് ഉദ്ദേശിക്കുന്നത് പറയുമ്പോഴാണ്. ഇക്വോക്കലാകുമ്പോൾ എന്തോന്ന് ഉദ്ദേശിക്കുന്നത് എന്താ നമുക്ക് അറിയില്ല, അപ്പൊ നമ്മളത് പാലിക്കോ അല്ലേ? പാലിക്കോ. 5 നേരം നമസ്കരിക്കണം, എങ്ങനെ നമസ്കരിക്കും ഒക്കെ പറയുന്നുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ പാലിക്കുന്നത് അല്ലേ. ഇത് എന്താന്നുള്ള കറക്റ്റ് പറഞ്ഞിട്ട് പാലിക്കുക. അതുകൊണ്ട് ഇക്വോക്കൽ അത്ര എന്താ പറയാ ഉൾക്കൊള്ളാൻ പറ്റില്ല, അതാണ് നെഗറ്റീവ്. While this view may strike us as being skeptical, but interestingly it has been defined by those who have had the empathic vision about the reality and vividness of experience of God. While this view may strike us being skeptical ആയിട്ട് തോന്നും, പക്ഷേ interestingly it has been defended by those who have the empathic vision about the reality and vividness of an experience of God. കണ്ടോ, ഈ എക്കോളജിക്കൽ ആയിട്ടുള്ള കാര്യം നമുക്ക് സ്കെപ്റ്റിക്കൽ ആണ്. ഇൻട്രസ്റ്റിംഗ്ലി പക്ഷെ ഒരു കാര്യമുണ്ട്, എന്താണ്, ദൈവത്തിന്റെ അതിയായിട്ടുള്ള വിശ്വാസമുള്ളവര് ഈ ഇക്വോക്കലിനെ ഒരിക്കലും എന്ത് ചെയ്യില്ല, അംഗീകരിക്കില്ല. എന്തുകൊണ്ടാണ്? ദൈവം പറയുന്നത് കൃത്യമാണ്, അതിലൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഒന്നുമില്ല എന്നാണ് ഓരോ വിശ്വാസിയും വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. ദിസ് ഇസ് ദ വ്യൂ ഓഫ് മിസ്റ്റിക്കൽ ട്രഡീഷൻ ഓഫ് ഓൾ റിലീജിയൻ. ഇൻ ദ വെസ്റ്റ് ദിസ് ഐഡിയ റൂട്ടഡ് ഇൻ പ്ലാറ്റോണിക് thought which was influenced by Eastern ideas mediated by Pythagorean school. വെസ്റ്റ് ഈ തോട്ട് വന്നത് പ്ലാറ്റോണിക് തോട്ടിൽ നിന്നാണ്, ഈസ്റ്റില് പൈതഗോറിയൻ സ്കൂളിൽ നിന്ന്. നെഗറ്റീവ് വേ എന്ന് പറഞ്ഞാൽ ഇക്വോക്കൽ ആയിട്ടുള്ളതല്ല ലാംഗ്വേജ്, അത് ഒരു അവസ്ഥയിൽ തള്ളിക്കളയുന്നുണ്ട്. കാരണം ദൈവം പറയുന്നത് കറക്റ്റ് യൂണിവോക്കൽ ആണ്. അതായത് മതവിശ്വാസി എങ്ങനെയാണ്, അതിലൊരു തർക്കവും ഇല്ല എന്നുള്ള രീതിയിൽ ഈ ഇക്വോക്കലിനെ തള്ളിക്കളയുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് നെഗറ്റീവ് വേ. ഇതിന്റെ ഈ മിസ്റ്റിക്കൽ ട്രഡീഷൻ റൂട്ട് ചെയ്തത് വെസ്റ്റിന്റെ റൂട്ട് എന്ന് പറയുന്നത് പ്ലാറ്റോണിക് തോട്ടിൽ നിന്നാണ്, ഈസ്റ്റേൺ റൂട്ട് പൈതഗോറിയൻ സ്കൂളിൽ നിന്ന്. ഓക്കെ ആണോ? ഇനിയും ഉണ്ട് കേട്ടോ ഈ ചാപ്റ്റർ. ഓക്കെ ആണോ? ഇത് ഞാൻ നീട്ടി വലിച്ച് പറഞ്ഞതാണ് കേട്ടോ, ബിക്കോസ് അത് ഇത്തിരി അറിഞ്ഞിരിക്കേണ്ട കാര്യം ആയതിനെ കൊണ്ടാണ്. ഇനി നമുക്ക് റിവിഷനിലേക്ക് കടക്കാം. അത് എന്തായാലും വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആട്ടോ ഈ നെഗറ്റീവ്. അപ്പം നോക്കാം. റിലീജിയസ് ലാംഗ്വേജ് ഇൻട്രൊഡക്ഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്, ഒന്നുകൂടി പറയാം. റിലീജിയസ് ലാംഗ്വേജ് പ്ലേ എ സെൻട്രൽ റോൾ ഇൻ എവറി റിലീജിയസ് ട്രഡീഷൻ ആൻഡ് ഇസ് ഓഫൻ ക്യാരക്ടറൈസ്ഡ് ബൈ ടേംസ് ലൈക്ക് പ്രേയർ, പ്രൈസ് ആൻഡ് കൺഫെഷൻ. കണ്ടോ, റിലീജിയസ് ലാംഗ്വേജിന് ഒരു അല്ലേ, നമുക്ക് റിലീജിയസ് ലാംഗ്വേജിലെ നമ്മൾ അറബാണ് യൂസ് ചെയ്യുന്നത്, മറ്റേ ക്രിസ്ത്യാനികൾ അവരുടേതായിട്ടുള്ളത്, ഹിന്ദുസ് സാൻസ്ക്രിറ്റ്, അങ്ങനെ ഒത്തിരി ഉണ്ട് അല്ലെ. അപ്പൊ റിലീജിയസ് ലാംഗ്വേജിന് ഒരു സെൻട്രൽ റോൾ ഉണ്ട്. ഏത് റിലീജിയസ് ട്രഡീഷനിലായാലും അത് പ്രേയറിന്, ദൈവത്തിനെ പ്രൈസ് ചെയ്യാനും കൺഫെഷൻ ചെയ്യാനൊക്കെ നമ്മൾ അതാണ് ഉപയോഗിക്കുന്നത്. Understanding religious language depends on how we define religion and language. എങ്ങനെയാണോ നമ്മൾ റിലീജിയൻ ലാംഗ്വേജിനെ ഡിഫൈൻ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും എന്ത് റിലീജിയസ് ലാംഗ്വേജ് നമ്മൾ മനസ്സിലാക്കാം. With one perspective viewing it as a symbolic representation, non-cognitive emotion. ഒരു പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത് സിംബോളിക് റെപ്രസെന്റേഷൻ ഓഫ് നോൺ കോഗ്നേറ്റീവ് ഇമോഷൻസ് ആണ്. നോൺ കോഗ്നേറ്റീവ് ആയിട്ടുള്ള ഇമോഷൻസിന്റെ സിംബോളിക് റെപ്രസെന്റേഷൻ അല്ലെ, നോൺ കോഗ്നേറ്റീവ് ആയിട്ടുള്ള ഇമോഷൻസ് നമ്മൾ സിംബോളിക്കലി റെപ്രസെന്റ് ചെയ്യുന്നതാണ് റിലീജിയസ് ലാംഗ്വേജ്.
ഇനി പറയുന്നത് റിലീജിയസ് ലാംഗ്വേജ് ആസ് എ സേക്രഡ് സബ്സ്റ്റൻസ് ആണ് അല്ലെ. നമ്മളിത് ഖുറാനൊക്കെ നമ്മൾ തൊടില്ല, നമ്മളൊക്കെയാണെങ്കിൽ വുദു ഇല്ലാണ്ട് തൊടില്ല. ബിക്കോസ് ആ ലാംഗ്വേജ് അല്ലെങ്കിൽ ആ സേക്രഡ് ആണ്, അതത് വിശുദ്ധമാണെന്നാണ് ഞങ്ങൾ അല്ലെ എല്ലാവരും. ബൈബിൾ ആയിക്കോട്ടെ, ഭഗവത്ഗീത ആയിക്കോട്ടെ അല്ലെ, കുളിച്ചും ശുദ്ധിയോടെ ഒക്കെയാണ് അത് ആക്ച്വലി പറയുമ്പോൾ പോലും സേക്രഡ് ആണ് അല്ലെ. Some religions consider an entire language sacred, while others focus on specific sacred words or scriptures. The characteristics of the speaker, including divine or special status, contribute to the sacred impact of words. അല്ലെ, ചില റിലീജിയൻസ് എൻറ്റയർ ലാംഗ്വേജസ് സേക്രഡ് ആയിട്ടാണ് കാണുന്നത്. ചില വേർഡ്സിന് അല്ലെങ്കിൽ ചില കാര്യങ്ങൾക്കാണ്. ഇപ്പം ഞങ്ങള് മുഹമ്മദ് നബി എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയും. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നബിമാരുടെ പേര് പറയുകയാണെങ്കിൽ അലൈഹി വസല്ലം അല്ലെങ്കിൽ റളിയല്ലാഹു അൻഹു എന്നൊക്കെ പറയുന്ന പോലെ ചില വേർഡ്സിനെ സേക്രഡ് ആയിട്ട് കാണുന്നവരുണ്ട്, അല്ലെങ്കിൽ എൻറ്റയർ ലാംഗ്വേജിനെ സേക്രഡ് ആയിട്ട് കാണുന്നവരുണ്ട്. സൗണ്ട് ഇസ് ദ മീഡിയം ഓഫ് സ്പോക്കൺ ലാംഗ്വേജ്. നമ്മൾ ഈ സൗണ്ട് ഉപയോഗിച്ചിട്ടാണ് സംസാരിക്കുന്നത്. ഇറ്റ് ഈസ് വ്യൂഡ് ആസ് എ പവർഫുൾ ഫോഴ്സ് ഇൻ ഷേപ്പിംഗ് ദ വേൾഡ്, വിത്ത് എക്സാമ്പിൾസ് ഫ്രം വേരിയസ് കൾച്ചേഴ്സ് ആൻഡ് റിലീജിയസ് ഹൈലൈറ്റിംഗ് ദ ക്രിയേറ്റീവ് പവർ ഓഫ് വേർഡ്സ്. ഈ സൗണ്ട് വെച്ചിട്ടാണ് നമ്മൾ പവർഫുൾ ഫോഴ്സ് വെച്ചിട്ടാണ് വേൾഡിനെ തന്നെ ഷേപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെ ആ ഒരു സൗണ്ട് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ റിലീജിയസ് ലാംഗ്വേജും ഉണ്ടാക്കിയിട്ടിരിക്കുന്നതും സംസാരിക്കുന്നതാണ്. റിലീജിയസ് ലാംഗ്വേജ് സേക്രഡ് ആണ്. എൻറ്റയർ ലാംഗ്വേജ് സേക്രഡ് ആയിട്ട് കാണുന്ന റിലീജിയനും ഉണ്ട്, അല്ല കുറച്ച് കാര്യങ്ങൾ സേക്രഡ് ആയിട്ട് കാണുന്ന റിലീജിയനും ഉണ്ട്. ഓക്കെ ആണോ? ഇനി 3 ഡയമെൻഷണൽ വേ ആണ്. അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. 3 ഡയമെൻഷണൽ വേ ഏതൊക്കെയാണ്? 3 ഡയമെൻഷനിൽ ഒന്ന് യൂണിവോക്കല്, അനോളജിക്കല്, അല്ലെങ്കിൽ ഇക്യുവോക്കൽ. അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു കേട്ടോ. ഇനിയാണ് മീനിങ് ഓഫ് തിയോളജിക്കൽ predicates. Meaning of theological predicates. Philosophers has grappled with the challenge of defining predicates in theological statements, such as the meaning of good in God is good. To understand these statements, one must provide an identified description for God, like the creator of the universe, making it necessary to comprehend the predicate creator of the universe applied to God. Paramakarunyavan, Karunanidhi, Sarvashaktan. Philosophers grapple ചെയ്തിട്ടുണ്ട് challenge defining predicates in theological statement. Theologically statement predicate ചെയ്യുന്ന ചാലഞ്ചിൽ നമ്മൾ കുറെ സാധനങ്ങൾ, അതായത് ഗോഡിനുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഗുഡ് ആണ്. ഗുഡ് ഇൻ ഗോഡ് ഇസ് ഗുഡ്. ഗോഡിനെ പറ്റി നമ്മൾ പറയുന്നതൊക്കെ ഗുഡ് ആണ്. ടു അണ്ടർസ്റ്റാൻഡ് ദിസ് സ്റ്റേറ്റ്മെന്റ് വൺ മസ്റ്റ് പ്രൊവൈഡ് ആൻ ഐഡന്റിഫൈ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഗോഡ്. എന്തൊക്കെയാണ്? ക്രിയേറ്റർ ഓഫ് ദി എന്നാണ് പ്രപഞ്ചനാഥൻ. മേക്കിംഗ് ഇറ്റ് നെസസറി ടു കോംപ്രിഹെൻഡ് ദ predicate creator of universe applied to God. കണ്ടോ? അങ്ങനെ ഗോഡിനായിട്ട് അപ്ലൈ ചെയ്തിരിക്കുന്ന കുറച്ച് ഗുഡ്സിനെയാണ് ഈ തിയോളജിക്കൽ പ്രെഡിക്കേറ്റ്സ്. അത് ഫിലോസഫേഴ്സ് ചലഞ്ച്ഫുള്ളി ഡിഫൈൻ ചെയ്തിട്ടുള്ള കാര്യം. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇനി അടുത്തതാണ് നോൺ അസർട്ടീവ് ഇന്റർപ്രിട്ടേഷൻസ്. Some thinkers like George Santayana believe that religious language has a value in human life. അല്ലെ, റിലീജിയസ് ലാംഗ്വേജിന് ഒരു വാല്യൂ ഉണ്ട് നമ്മുടെ ലൈഫിലൊക്കെ അല്ലെ. നമ്മൾ എണീക്കുമ്പോ തന്നെയും അല്ലെങ്കിൽ പ്രാർത്ഥനകളും അല്ലേ ഒക്കെ അല്ലെ. ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ ഞങ്ങള് പിന്നെ മുസ്ലിംസ് ആണെങ്കിൽ ബിസ്മി ചൊല്ലി തിന്നാൻ തുടങ്ങുന്നത് ഒക്കെ. ഈവൻ എന്ത് പറയണം, എനിക്ക് ഒത്തിരി വേറെ റിലീജിയന്റെ അങ്ങനെ ഒത്തിരി ഒന്നും അറിയത്തില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാത്തത്. ഐ മീൻ പ്രാർത്ഥനകൾ കേട്ടോ. ഞങ്ങളെ കേസിലാണെങ്കിൽ ഞങ്ങള് ഒരു പ്രസവിച്ച കുട്ടിയുടെ 2 ചെവിയിലും, ഒരു ചെവിയിൽ ബാങ്കും ഒരു ചെവിയിൽ ഇക്കാമത്തും ഒക്കെ കൊടുത്തിട്ടാണ് ഒരു കുഞ്ഞിനെ മേടിക്കുന്നത് പോലും. അവിടെ തൊട്ടിട്ട് റിലീജിയസ് ലാംഗ്വേജ് ഉണ്ട്. Religious language has value in human life, even though they may reinterpret it to remove unwarranted factual claims. ഫാക്ച്വൽ ക്ലെയിംസ് ഇല്ല, അത് വാറന്റ് ചെയ്യുന്ന റീഇന്റർപ്രിറ്റ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും, അത് ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ഇപ്പോഴും അല്ലെങ്കിൽ റിലീജിയസ് ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഫാക്ട്സ് ഇല്ലാത്തതാണ്, ക്വസ്റ്റനബിൾ ആണെങ്കിൽ പോലും നമ്മുടെ ജീവിതത്തിൽ ഒരു വാല്യൂ ഉണ്ട്. Theological language contributes to mystical consciousness, blurring lines between subjective and objective, perception and fantasy, only partially pointing to the ineffable divine reality in
mystical experience. ഇനി തിയോളജിക്കൽ ലാംഗ്വേജിൽ മിത്തിക്കൽ കോൺഷ്യസ്നെസ് ആണ്, അതായത് കുറെ മിത്സ് ആയിട്ടുള്ള കോൺഷ്യസ്നെസ് ആണ്. ബ്ലറിംഗ് ലൈൻസ് ആണ് സബ്ജക്റ്റീവും ഒബ്ജക്റ്റീവും തമ്മിൽ. പെർസെപ്ഷൻ ആൻഡ് ഫാന്റസി ആണ് കുറെ കാര്യങ്ങൾ, അല്ലെ? ഇപ്പം കുറെ കാര്യങ്ങൾ നമുക്ക് ഫാന്റസി, ഇപ്പം മുസ്ലിംസിലാണെങ്കിൽ ബുറാക്ക് എന്ന ഒരു ആനിമലിന്റെ പുറത്ത് കയറിയിട്ട് ഏഴാം ആകാശത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോകുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അതൊക്കെ ഫിലോസഫേഴ്സിന്റെ കേസിൽ കുറെ മിത്തിക്കൽ ആയിട്ടുള്ള കോൺഷ്യസ്നെസ് ആണ്. സബ്ജക്റ്റീവ് ആൻഡ് ഒബ്ജക്റ്റീവ് ആയിട്ടുള്ളതിൽ ഒരു ബ്ലർനെസ് ഉണ്ട്. അതുപോലെ പെർസെപ്ഷൻ ഫാന്റസി ആണ്. only partially pointing ineffable divine reality. റിയാലിറ്റി വളരെ പാർഷ്യൽ ആണ്, മിസ്റ്റിക്കൽ എക്സ്പീരിയൻസിലാണ് കൂടുതലുള്ള, ഡിവൈൻ റിയാലിറ്റി അതിൽ കുറവാണ് എന്നാണ്. അതാണ് നോൺ അസർട്ടീവ്. അതായത് മതപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അത്ര എന്നിട്ട് റിയാലിറ്റി അല്ല, കുറെയൊക്കെ എന്താണെന്നാ പറയുന്നത്, മിസ്റ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതാണ് നോൺ അസർട്ടീവ് ഇന്റർപ്രിട്ടേഷൻസ്. ഓക്കെ ആണോ? ഈ നാലാമത്തെ ചാപ്റ്റർ ഒത്തിരി ഇമ്പോർട്ടന്റ് ആണ്. 3 ട്രഡീഷണൽ വേസ്, അത് എപ്പോഴും ചോദിച്ച് 10 മാർക്കിന് തന്നെ യൂണിവോക്കലും അത് ഒത്തിരി ചോദിച്ച് കാണാറുണ്ട്. അനലോജിക്കലും 3, അതായത് യൂണിവോക്കൽ, ഇക്വിവോക്കൽ, അനലോജി, ഈ 3 10 മാർക്കിന് ചോദിച്ച് കാണാറുണ്ട്. ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് പറഞ്ഞത്. നെഗറ്റീവ് വേവ് 3 മാർക്കിനും ചോദിച്ച് കാണാറുണ്ട്. അതാണ് നെഗറ്റീവ് വേവ് എടുത്ത് പറഞ്ഞത്. അടുത്ത 5ാമത്തെ ചാപ്റ്റർ ആണ് നമ്മുടെ റിലീജിയസ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. Okay, religious experience. Introduction. William James focused on religious experience from a psychological perspective, while Rudolf Otto, a phenomenologist of religion, explored aspects of divinity and religious experience that defy rational deductive methods. Kano, William James, അദ്ദേഹം ഒരു പ്രശസ്തനായിട്ടുള്ള സൈക്കോളജിസ്റ്റ് ആണ്. ഫങ്ഷണൽ സൈക്കോളജി, സ്കൂൾ സൈക്കോളജിയുടെ ഫാദർ ആണ് വില്യം ജെയിംസ്. അദ്ദേഹം സൈക്കോളജിക്കൽ പെർസ്പെക്റ്റീവ് ആയിട്ടാണ് റിലീജിയസ് എക്സ്പീരിയൻസ്, അതായത് നമ്മുടെ മാനസികമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിട്ടാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പെർസ്പെക്റ്റീവ് ആയിട്ടാണ് ആര് കണ്ടത്? വില്യം ജെയിംസ് കണ്ടത്. നേരെ മറിച്ച് റുഡോൾഫ് ഓട്ടോ, അദ്ദേഹം ഒരു ഫിനോമിനോളജിസ്റ്റ് ഓഫ് റിലീജിയൻ ആണ്. അദ്ദേഹം ഒരു ഡിവൈനിറ്റി ആയിട്ടാണ് പറഞ്ഞത്. അതായത് റിലീജിയസ് എക്സ്പീരിയൻസ് റാഷണൽ ആയിട്ടുള്ള ഡിഡക്റ്റീവ് മെത്തേഡിലൂടെയാണ് അദ്ദേഹം, അതായത് കുറച്ചുകൂടെ സത്യമായിട്ടുള്ള റാഷണൽ ആയിട്ടുള്ള ഡിഡക്റ്റീവ് മെത്തേഡിലൂടെയാണ് അദ്ദേഹം കണ്ടിട്ടുള്ളത്. നമുക്ക് മെയിൻ ആയിട്ടും വില്യം ജെയിംസിന്റെ റിലീജിയസ് എക്സ്പീരിയൻസും റുഡോൾഫ് ഓട്ടോയുടെ എക്സ്പീരിയൻസും ആട്ടോ നോക്കാനുള്ളത്. വില്യം ജെയിംസ് സ്റ്റഡി ദ വേരിയേഷൻ ഓഫ് റിലീജിയസ് എക്സ്പീരിയൻസ്, ഫോക്കസ് ഓൺ റിലീജിയസ് എക്സ്പീരിയൻസ് ഫ്രം സൈക്കോളജിക്കൽ പെർസ്പെക്റ്റീവ് ആണ്. എംഫസിസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് എക്സ്പീരിയൻസസ് കണ്ടിന്യൂസ് ചേഞ്ചിങ് ആൻഡ് പേഴ്സണൽ ആസ്പെക്ട് ഓഫ് ഹ്യൂമൻ നേച്ചർ. കണ്ടിന്യൂസ് ആണ്, അതിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. പേഴ്സണൽ ആസ്പെക്ട് ആണ്, അതായത് എനിക്കാണ്, ഇപ്പൊ എല്ലാവർക്കും അവനവനായിട്ടുള്ള മതമല്ലേ. എന്റെ മുസ്ലിം വിശ്വാസമല്ല, ഞാൻ റിജിഡ് ആയിട്ട് റൂൾസ് കാര്യങ്ങൾ വളരെ തീവ്രമായിട്ട് റൂൾസ് ഒന്നും ഫോളോ ചെയ്യുന്ന ആളൊന്നുമല്ല. ബിക്കോസ് ആസ് ഐ എം എ സൈക്കോളജിസ്റ്റ്, എനിക്ക് റാഷണൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ ഒരു കുറച്ചുകൂടി എനിക്കൊരു എന്താ പറയാ ഡിവൈൻ ഫീൽ ആണ്, ലൈക്ക് സ്പിരിച്വാലിറ്റി ആണ് ഞാൻ എനിക്ക് കുറെ കൂടെ സൂഫിസത്തിന്റെ ആശയങ്ങളാണ്. കാരണം എനിക്ക് എന്റെ പടച്ചോൻ എന്റെ കൂട്ടുകാരനാണ്, എന്നെ ഒത്തിരി ശിക്ഷിക്കാൻ നിൽക്കുന്ന ഒരു യജമാനനായിട്ടല്ല ഞാൻ കാണുന്നത്. ഹീസ് ലൈക്ക് എ ഫ്രണ്ട് ടു മീ, മൈ അല്ലാഹ് ഈസ് ലൈക്ക് മൈ ഫ്രണ്ട് ടു മീ. പക്ഷെ വളരെ പേടിപ്പിക്കുന്ന ഒരു എന്താ പറയാ യജമാനൻ, അതൊരു അടിമയായിട്ടുള്ള റിലേഷനും ഉണ്ടാവും. അപ്പം റിലീജിയസ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ സൈക്കോളജിക്കൽ പെർസ്പെക്റ്റീവ് ഓരോരുത്തർക്കും അവർ കണ്ടിന്യൂസ് ആണ്, ചേഞ്ച് ആണ്, പേഴ്സണൽ ആസ്പെക്ട് ആണെന്നാണ് ആര് പറയുന്നത്? വില്യം ജെയിംസ് പറയുന്നത്. നേരെ മറിച്ച് റുഡോൾഫ് ഓട്ടോസ് അനാലിസിസ് എന്ന് പറയുന്നത്, റുഡോൾഫ് ഓട്ടോ, a phenomenologist of religion, focus on aspect of divinity and religious experience that go beyond rational and deductive method. അതായത് റാഷണൽ അപ്പുറത്തോട്ടാണ്, അതായത് കുറച്ച് ഇറാഷണാലിറ്റി ഉണ്ട്, ബിയോണ്ട് റാഷണൽ ഒരു ഡിഡക്റ്റീവ് മെത്തേഡാണ്. ഹിസ് വർക്ക് ഡാക് ഹെലിയിലാട്ട് ഇത് കറക്റ്റ് പറയുന്നത്, എക്സ്പ്ലോർ ദ കോൺസെപ്റ്റ് ഓഫ് ന്യൂമിനസ് ആസ് എ കീ എലമെന്റ് ഓഫ് റിലീജിയസ് എക്സ്പീരിയൻസ്. കോൺസെപ്റ്റ് ഓഫ് ന്യൂമിനസ് ആണ് അദ്ദേഹം കീ എലമെന്റ് ഓഫ് റിലീജിയസ് എക്സ്പീരിയൻസ്. ഓട്ടോസിന്റെ ഫിനോമിനോളജിക്കൽ approach seek to describe the essence of holy through non-rational elements of religion. Non-rational ആയിട്ടുള്ള, അതായത് ഇറാഷണൽ ആയിട്ടുള്ള, റാഷണൽ അല്ലാത്ത കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഹോളി എന്ന് പറയും. ഇപ്പോഴും മതപരമായിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് യുക്തിവാദികളും അല്ലെങ്കിൽ സ്വതന്ത്ര ചിന്തകളും ചോദിക്കുമ്പോൾ നമുക്ക് ഉത്തരവില്ല. അതുകൊണ്ടാണ് അവർ പറയുന്നത് നോൺ റാഷണൽ എലമെന്റ്സ് ആണ്. ഇപ്പൊ ഖുറാനൊക്കെ ആണെങ്കിൽ ചിലർ ചോദിക്കുന്നുണ്ട്,
നബി മരിച്ച് 200 വർഷങ്ങൾക്ക് ശേഷം ക്രോഡീകരിച്ചതാണ്. അതുവരെ വായ്മൊഴിയായിട്ടാണ് ഉണ്ടായത്. സോ അതെവിടെയെങ്കിലും നഷ്ടപ്പെട്ടിട്ട് പോയിട്ടുണ്ടാവോ, ആരെങ്കിലും സ്വന്തം താല്പര്യപ്രകാരം, അങ്ങനെ കുറെ ചോദിക്കുമ്പോൾ നമുക്കത് കറക്റ്റ് ഒരു ഉത്തരം കൊടുക്കാൻ പലപ്പോഴും പറ്റാറില്ല. എനിക്ക് കൂടുതൽ ആധികാരികമായിട്ട് പറയാൻ പറ്റില്ല കേട്ടോ ഈ ഒരു പെട്ടെന്ന് നെറ്റ്വർക്ക് പോയി. നെറ്റ്വർക്ക് ദേ പോയി ഇതാ വന്നു. അപ്പൊ അതങ്ങ് തീർത്തേക്കാം. അപ്പൊ ഒട്ടോസ് ഫിനോമിനോളജിക്കൽ അപ്രോച്ച് അനുസരിച്ച് പറയുന്നത് നോൺ റാഷണൽ എലമെന്റ്സ് ആണ്. അതായത് നമ്മൾ റിലീജിയസ് എക്സ്പീരിയൻസ് നോൺ റാഷണൽ ആണ്, അതിനെയാണ് ന്യൂമിനസ് എന്ന് വിളിച്ചത്. അതായത് നോൺ റാഷണൽ കോറാണ്. കുറെ റാഷണാലിറ്റി ഒന്നും വേണ്ട, നമ്മൾ അതങ്ങോട്ട് വിശ്വസിക്കും എന്നാണ് പറയുന്നത്. ഇതാണ് റുഡോൾഫ്സ് അനാലിസിസ്. നോൺ റാഷണൽ ന്യൂമിനസ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ ആണോ? റിലീജിയസ് എക്സ്പീരിയൻസിൽ വില്യം ജെയിംസിന്റെ റിലീജിയസ് എക്സ്പീരിയൻസ് ആണ് എപ്പോഴും 10 മാർക്കിന് ചോദിച്ചു കാണാറുള്ളത്. 10 മാർക്ക് തന്നെയായിട്ട് ചോദിച്ചു കാണാറുണ്ട് കേട്ടോ. ഓക്കെ ആണോ? പറഞ്ഞേ. ഇനി രണ്ടാമത്തെ ബ്ലോക്കാണ്, 6ാമത്തെ ചാപ്റ്റർ, ഡിഫറെന്റ് കോൺസെപ്ഷൻസ് ഓഫ് ഗോഡ് ആണ് പറയുന്നത് കേട്ടോ. ഇൻട്രൊഡക്ഷൻ. ഹ്യൂമൻ ബിലീഫ് ഇൻ ഗോഡ് ഹാസ് ഡീപ് ഹിസ്റ്റോറിക്കൽ റൂട്ട്. അല്ലെ, ഹിസ്റ്റോറിക്കൽ റൂട്ട് തന്നെയാണ് നമ്മുടെ ദൈവവിശ്വാസത്തിന്. ബിലീഫ് ഇൻ ഗോഡ് അറൈസിംഗ് ഫ്രം എ sense of vulnerability and lack of control over personal and natural events.
ഓക്കെ, അതായത് ഹ്യൂമൻ ബിലീഫ് ഗോഡ് ഹിസ്റ്റോറിക്കൽ റൂട്ടാണ്. അത് സെൻസ് ഓഫ് വൾണറബിലിറ്റി എന്ന് വന്നതാണ്. ഒരു വൾണറബിലിറ്റി എന്ന് വന്നതാണ്. ലാക്ക് ഓഫ് കൺട്രോൾ ഓവർ പേഴ്സണൽ ആൻഡ് നാച്ചുറൽ ഇവന്റ്സിനൊന്നും നമുക്ക് കൺട്രോൾ ഇല്ല, പേഴ്സണൽ ഇവന്റ്സിനും കൺട്രോൾ ഇല്ല. ഇപ്പൊ ഒരു വൾണറബിൾ ആയിട്ട് നിൽക്കും, ഒരു ശക്തി ഉണ്ടാവും, പുള്ളിക്കാരൻ്റെതാണ് അതൊക്കെ, അതായത് പുള്ളിക്കാരനാണ് ഇതൊക്കെ ചെയ്യുന്നത് ഒരു സമാധാനം ഉണ്ടല്ലോ. അത് theism, atheism, antagonism represent contrasting views of the divine, while the evolution of religious consciousness from fear to be the sacred has shaped theistic theories such as animism, polyism, henotheism, and monotheism. ഈ ഓരോ വ്യൂസ് ആട്ടോ ഗോഡിനെ പറ്റിയുള്ള കൺസെപ്ഷൻസ് ആ. തീസിസം ഉണ്ട്, എയ്ത്തിസം ഉണ്ട്, ആന്റഗോൺസ്, അതൊക്കെ പറയട്ടെ എന്താണെന്നുള്ളത്. അതൊക്കെ എന്താണ് ഡിവൈൻ ഗോഡ് എന്ന് പറയുന്നുണ്ട്. Metaphysical theory like deism, pantheism, and panentheism explore the relation between God and the world. If the deism, pantheism, panentheism like പറയുന്നത് ഗോഡും വേൾഡും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, adding complexity to the discourse of existence of higher power. ഈ ഇത്രയും കൺസെപ്ഷൻസ് ആണ് അല്ലെങ്കിൽ കോൺസെപ്റ്റ്സ് ആണ്. അതൊക്കെ എന്താണ് ഉണ്ടാക്കുന്നത്? കോംപ്ലിസിറ്റി ആണ് ഈ ഹയർ പവറിനെ പറ്റി. അപ്പൊ ഹിസ്റ്റോറിക്കൽ റൂട്ട് ഉണ്ട്, ഓരോന്നും ഓരോണ്. തീസിസവും എയ്ത്തിസവും ആന്റഗോണിസവും റെപ്രസെന്റ് ചെയ്യുന്ന എന്താണ്? ഡിവൈൻ ഉണ്ടോ ഇല്ലയോ എന്നാണ്. റിലീജിയസ് കോൺഷ്യസ്നെസ് എവിടുന്നാണ്? ഫിയർ ടു സേക്രഡ്. അവിടെ ഫിയർ ഒന്ന് പേടിപ്പെടുത്തുന്നത്, ഒന്ന് വിശുദ്ധമാക്കട്ടെ, അങ്ങനെയാണ് പോകുന്നത്. ഇനി മെറ്റാഫിസിക്കൽ തിയറീസ് ആയിട്ടുള്ള ഡയസവും പാന്തസവും പാനാന്തസവും ഒക്കെ എന്താ പറയുന്നത്? ഗോഡും വേൾഡും തമ്മിലുള്ള റിലേഷൻ. മൊത്തത്തിൽ എന്താണ്? ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ടോപ്പിക് തന്നെയാണ്. നോക്കാം. Theism and its various types in modern art. Theism is the belief that one or more deities exist. Christianity, Judaism, Islam, Hinduism, Sikhism are all theist religion. അത് ഒരു ദൈവം, ഏകദൈവം, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ, അതിനെയാണ് നമ്മൾ തീസിസം എന്ന് പറയുന്നത്. ക്രിസ്ത്യാനിറ്റി, ജൂ, ഇസ്ലാം, ഹിന്ദുയിസം, സിഖിസം ഒക്കെ എന്താണ്? തീസിസ് ആണ് വരുന്നത്. ഒന്നോ അതിലധികമോ ഗോഡ്സ്, അതാണ്. അത് ഗോഡിലുള്ള ഒരു ഗോഡ് ഉണ്ടാവും തീസിസത്തിൽ കേട്ടോ. തീസിസം ഇൻക്ലൂഡ് ബിലീഫ് ഇൻ ഐദർ ഓഫ് ദി ഫോളോയിങ്. ഈ തീസിസത്തിന്റെ കുറെ ടൈപ്പ് ആണ്. ഒന്ന് പോളിതീസം ഉണ്ട്, ബിലീഫ് ഇൻ മെനി ഗോഡ്. ഹിന്ദുയിസം ഇസ് ലൈക്ക് പോളിതിസം, അതായത് ഒത്തിരി ഗോഡില്. തീസിസത്തിന് അതായത് ഒന്നിലധികമോ ദൈവവിശ്വാസം, ഒരു ഡിവൈനിലുള്ള വിശ്വാസമാണ് തീസിസം. തീസിസിന്റെ ഒരു ടൈപ്പാണ് പോളിതീസിസം, അതായത് ഒത്തിരി ഗോഡില്, കൃഷ്ണനും ശിവനും ബ്രഹ്മാവും അല്ലെ. ഇനി ഹെനോത്തീസം ഉണ്ട്, ബിലീവ് ഇൻ മെനി ഗോഡ് ബട്ട് വർഷിപ്പിംഗ് വൺ. അതായത് ഒത്തിരി ദൈവത്തിൽ വിശ്വാസമുണ്ട്, പക്ഷെ കൃഷ്ണനെയാണ് വർഷിപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ ശിവനെയാണ് വർഷിപ്പ് ചെയ്യുന്നത്. അതാണ് ഹെനോത്തീസം. ഇനി ഡയത്തിസം ഉണ്ട്, ബിലീഫ് ഇൻ ടു ഒപ്പോസ്ഡ് റിയാലിറ്റീസ്. രണ്ട് ഒപ്പോസ്ഡ് റിയാലിറ്റീസിലുള്ള ബിലീഫിനെയാണ് ഡയത്തിസം എന്ന് പറയുന്നത്. രണ്ട് ഒപ്പോസ്ഡ് ആയിട്ടുള്ള മതവിശ്വാസം. ഇനി മോണോത്തിസം ഉണ്ട്, അതാണ് ബിലീഫ് ഇൻ വൺ ഗോഡ്. മുസ്ലിം, ഇസ്ലാം, ക്രിസ്ത്യാനിറ്റി, ജൂഡിസം ഒക്കെ എന്താണ്? മോണോത്തിസം. ഇനി ഡയസം ഉണ്ട്, ബിലീഫ് ഇൻ വൺ ഓർ മോർ ഗോഡ് ഹു ഡു നോട്ട് ഇന്റർവൈൻ ഇൻ ദ വേൾഡ്. വേൾഡിൽ ഇല്ലാത്ത ഒന്നിലധികമോ ഗോഡിലുള്ള വിശ്വാസമാണ് ഡയസം എന്ന് പറയുന്നത്. ഇനി പാന്തസം എന്ന് പറയുന്നത് ബിലീഫ് ദാറ്റ് ഗോഡ് ആൻഡ് ദ യൂണിവേഴ്സ് ആർ സെയിം തിങ്. ദൈവവും പ്രപഞ്ചം ഒന്നാണ്, അതാണ് പാന്തസം. ഇനി പെനാന്തസോ, ബിലീവ് ദാറ്റ് ഗോഡ് ഇസ് എവ്രിവെയർ ഇൻ ദ യൂണിവേഴ്സ് ബട്ട് സ്റ്റിൽ ഗ്രേറ്റർ അബൌട്ട്. പ്രപഞ്ചത്തിൽ ഒന്നാകെ ഉണ്ട്, പക്ഷെ അതിലപ്പുറത്തും ഉണ്ട്, അതാണ് പെനാന്തസം. ഇത്രയും തീസിസത്തിൽ വരുന്നതാണ്. പോളിതീസം, ഹെനോത്തീസം, ഡയത്തിസം, മോണോത്തിസം, ഡയസം, പാന്തിസം, പെനാന്തസം. ഇനി തീസിസിൽ ഇല്ലാത്ത രണ്ട് കാര്യങ്ങളാണ് എയ്ത്തിസവും ആന്റഗോണിസ്റ്റിസവും. എയ്ത്തിസം എന്ന് പറഞ്ഞാൽ ബിലീവ് ദാറ്റ് there are no God, ദൈവമേ ഇല്ല, ഇതാണ് എയ്ത്തിസം, നിരീശ്വര. ഇനി അഗ്നോസ്റ്റിസം ഉണ്ട്, ആന്റഗോണിസം അല്ല കേട്ടോ, അഗ്നോസ്റ്റിസം ആണ്. ബിലീവ് ദാറ്റ് ഇറ്റ് ഈസ് അൺനോൺ വെദർ ഗോഡ് എക്സിസ്റ്റ് ഓർ നോട്ട്, ഉണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല, അതാണ് അഗ്നോസ്റ്റിസം. ഓക്കെ ആണോ? ഇനി ഈ 6ാമത്തെ ചാപ്റ്ററിൽ തീസിസം ആണ്, അതിന്റെ വേരിയസ് ടൈപ്സും ആണ് നമുക്ക് ഒത്തിരി പഠിക്കാനുള്ളത്. എയ്ത്തിസം ആണ് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് എടുത്ത് പറയാം. എയ്ത്തിസമോ പിന്നെ ആന്റഗോണിസമോ, ആ രണ്ടുമാണ് എടുത്ത് പഠിക്കാനുള്ളത്. എല്ലാം എന്താണെന്ന് മനസ്സിലാക്കി വെക്കാം. എയ്ത്തിസവും അതുപോലെ അഗ്നോസ്റ്റിസവും വിശദമായിട്ട് പഠിക്കാം. ഓക്കെ ആണോ? ഓക്കെ ആണോ? അപ്പൊ ഇന്ന് ഇത്രയും മതി, ബാക്കി അടുത്ത ക്ലാസ്സിൽ പറയാം. Hope the class was productive and informative. വീണ്ടും ഒരു ഫ്രീ ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. അതുവരെ it's me, Abdul, Nafi signing off. Bye and take care. Good night all. Thank you, ma'am.